എന്തിനാ എൻ്റെ അമ്മയോട് കള്ളം പറഞ്ഞത്? ഞാൻ നല്ലൊരു ഭാര്യയാണെന്ന്. ഇതിപ്പോൾ കള്ളം പറഞ്ഞതാണോ പ്രശ്നം? അപ്പോൾ തനിക്കറിയായിരുന്നല്ലേ താൻ എന്നോട് അത്രയ്ക്ക് മോശമായിട്ടാണ് പെരുമാറുന്നുണ്ടായിരുന്നത് അല്ലേ? അവൾ ഒന്നും മിണ്ടിയില്ല. ഏയ്, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ, വിട്ടേക്ക്. ഇനി അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്കിനി 6 മാസമേ ബാക്കിയുള്ളൂ. 6 മാസം കൊണ്ട് നമുക്കിങ്ങനെ അങ്ങ് പോവാം. അത്രേ ഉള്ളൂ. ആ, വേറൊന്നുമില്ലെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അല്ല, ഒരു മിനിറ്റ്. ആ, ആ, എന്താടാ? ആ, സോറി. ഞാൻ അറിയാതെ വിളിച്ചു പോയതാ. എന്താ? അല്ല, എനിക്ക് ഡാന്ന് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ, അല്ല, വേണ്ട, പ്രശ്നമില്ല. ഞാൻ വായിൽ വന്നു പോയതാ. എന്താ കാര്യം പറ. ആ, ആ, അത് എടാ, താൻ കരയുന്ന മതിയാക്ക്. എന്നിട്ട് കാര്യം പറ. ഞാൻ ഒരിക്കൽ കൂടി സോറി പറയുന്നു. ഇതുവരെ ഞാൻ ചെയ്തു പോയതിനൊക്കെ എനിക്ക് മാപ്പ് തരണം. ഞാൻ ഒരിക്കലും മറക്കില്ല ഇന്ന് എനിക്ക് ചെയ്തു തന്ന ഈ ഉപകാരം. മരണം വരെ ഞാനത് ഓർക്കും. ആദ്യമായിട്ടാ. എടാ, താനൊന്ന് ഓക്കെ ആവ്, എന്നിട്ട് സംസാരിക്ക്. ജയ് അവളുടെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടപ്പോൾ പറഞ്ഞു, "ആ, അല്ല, എടാ, ഒന്ന് താൻ അവിടെ ഇരിക്കുക, ഒന്ന് റിലാക്സ് ആവും. താൻ ഇപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ട് കരയല്ലേ, ഇരിക്കവിടെ." അതായത് ഞാൻ ഇത്രയും നാള് എന്തൊക്കെയാ അനുഭവിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനത് ആരോടും പറഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ വേദന മനസ്സിലാവാതെ പോയത്. പക്ഷെ താൻ താൻ എങ്ങനെയാ എന്നെ മനസ്സിലാക്കിയേ? ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.